വാളയാർ കേസിൽ മാതാപിതാക്കളോട് ഹാജരാകാൻ സിബിഐ പ്രത്യേക കോടതിയുടെ നിർദ്ദേശം. അടുത്ത മാസം 25-ന് കൊച്ചി സിബിഐ കോടതിയിൽ ഹാജരാകണം എന്നുള്ളതാണ് നിർദ്ദേശം. ഷബ്ന സിയ ചേരുന്നു വിവരങ്ങളുമായി. ഷബ്ന, മാതാപിതാക്കളെ സിബിഐ പ്രതി ചേർത്തിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ കോടതിയിൽ ഹാജരാകുവാനുള്ള നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ മാതാപിതാക്കളോട് സിബിഐ കോടതിയിൽ ഹാജരാകുവാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ലക്ഷ്മി, ഈ കേസിന്റെ വിചാരണയുടെ ഭാഗമായിട്ടാണ് വാളയാർ കേസിലെ പെൺകുട്ടികളുടെ അമ്മയോടും അച്ഛനോടും ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അടുത്ത മാസം 25-ന് വിചാരണ കോടതിയായ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. ഈ ഇരുവരെയും പ്രതി ചേർത്തെന്ന് വിചാരണ കോടതിയെ സിബിഐ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. മാതാപിതാക്കളെ 2ഉം 3ഉം പ്രതികളാക്കിയാണ് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. രജിസ്റ്റർ ചെയ്ത 9 കേസുകളിൽ 6-ലും മാതാപിതാക്കളെ പ്രതി ചേർത്തു എന്നാണ് സിബിഐ കോടതിയെ അറിയിച്ചിരുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത് എന്നും സിബിഐ അറിയിച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ മാതാപിതാക്കൾ കൂട്ടുനിന്നു എന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ. ഇത് അംഗീകരിക്കണം എന്ന പ്രാരംഭവാദത്തിനിടെ പ്രത്യേക കോടതിയിൽ സിബിഐ നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിച്ചിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ അടുത്ത മാസം ഹാജരാകാൻ കോടതി ഇരുവർക്കും നോട്ടീസ് അയച്ചത്. ഈ അടുത്ത മാസം 25-ന് ഇവർ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. മക്കളുടെ മുന്നിൽ വെച്ച് 1-ാം പ്രതി വലിയ മധു അമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതാണ് സിബിഐയുടെ കണ്ടെത്തൽ. ഇളയ കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണ്. പിതാവിന്റെ മുന്നിൽ വെച്ചും 1-ാം പ്രതി ലൈംഗിക അതിക്രമങ്ങൾ നടത്തി എന്നും സിബിഐയുടെ കുറ്റപത്രത്തിലുണ്ട്. എന്നാൽ ഈ കുറ്റപത്രം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ ഇത്തരം ഒരു ഹർജി വന്നത്. എന്നാൽ വിചാരണ കോടതിയിൽ ഈ നടപടി നടക്കുകയാണ്. അതായത് വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിബിഐ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് വിചാരണ കോടതി ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഇന്നലെ വന്ന ഹർജിയിൽ സിബിഐയോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കുറ്റപത്രം തെറ്റായ രീതിയിലാണ്, അല്ലെങ്കിൽ സിബിഐയുടെ കണ്ടെത്തൽ ശരിയല്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി സിബിഐയോട് വിശദീകരണം തേടിയിട്ടുമുണ്ട്. ഈ നമുക്കറിയാം 2017 ജനുവരി 13-നും മൂത്ത കുട്ടിയും അതോടൊപ്പം തന്നെ 9 വയസ്സായിരുന്ന ഇളയ കുട്ടിയും അതേ വർഷം മാർച്ച് 4-നുമാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. അട്ടപ്പള്ളം സ്വദേശി വലിയ മധു, ഇടുക്കി രാജാക്കാട് സ്വദേശി ഷിബു, പാമ്പള്ളം സ്വദേശി എം മധു തുടങ്ങിയവരായിരുന്നു ഈ കേസിലെ പ്രതികൾ. പിന്നീടാണ് ഇതിൽ സിബിഐ അന്വേഷണം വേണം എന്നൊരാവശ്യം മാതാപിതാക്കൾ തന്നെ ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീടാണ് സിബിഐ ഈ കേസ് അന്വേഷിക്കുകയും മാതാപിതാക്കൾ തന്നെ ഇതിൽ പ്രതികളാണ്, 2ഉം 3ഉം പ്രതികളാണ് എന്ന് സിബിഐ കണ്ടെത്തുകയും ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ഏതായാലും വിചാരണയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിബിഐ കോടതി ഈ പ്രതികളോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഷബ്ന സിയ, അതാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.